ഹലോ, എസ് ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൂര്യ വിജേഷ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എൻ്റെ ടെറസിൽ ഒരേ സമയം ഒരു ഗ്രോ ബാഗിൽ 2 പച്ചക്കറി കൃഷി ചെയ്തിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത്, ആദ്യം ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ചു 2 വെണ്ട വിത്തുകൾ അതിൽ പാകി കൊടുത്തു. അത് കിളിർത്ത് ഒരു 2 ഇല പരുവമായി. അപ്പോഴേക്കും ഗ്രോ ബാഗിൻ്റെ സൈഡിലേക്ക് ഒരു ബോട്ടിൽ കട്ട് ചെയ്ത് ഇറക്കി വെച്ചു. അതിലേക്കാണ് മണ്ണ് നിറച്ച ശേഷം ഒരു ചീരത്തൈ നട്ടു കൊടുക്കുന്നത്. ഇനി നമ്മൾ വളപ്രയോഗങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ചീരയുടെ ചുവട്ടിലേക്കാണ്. പച്ചക്കറിയുടെ വേസ്റ്റിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന വളങ്ങളൊക്കെ ചീരയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. അത് ചീര വലിച്ചെടുത്ത ശേഷം ബാക്കി വരുന്നത് ഈ ഗ്രോ ബാഗിനുള്ളിലേക്ക് തന്നെയാണ് പോകുന്നത്. അത് ആവശ്യത്തിന് വെണ്ടയും വലിച്ചെടുത്തോളും. അപ്പോൾ അല്പം പോലും വളം ഇവിടെ വെറുതെ പോകുന്നില്ല. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഗ്രോ ബാഗിനുള്ളിലെ മണ്ണ് അല്പം പോലും കുറഞ്ഞു പോകുന്നില്ല. ഈ ബോട്ടിലിനുള്ളിലെ മണ്ണ് മാത്രമേ കുറയുന്നുള്ളൂ. കാരണം അതിലേക്കാണ് നമ്മൾ എപ്പോഴും വെള്ളവും വളവും കൊടുക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്ക് ഈ ബോട്ടിലിൽ അല്പം മണ്ണിട്ട് കൊടുക്കാറുണ്ട്. എങ്കിലും നമുക്ക് മണ്ണ് നഷ്ടപ്പെടുന്നില്ല. ബോട്ടിലിൽ നിന്ന് പോകുന്ന മണ്ണാണെങ്കിലും ഈ ഗ്രോ ബാഗിനുള്ളിൽ തങ്ങി നിന്നോളും. ഇനി ഞാനിവിടെ വെള്ളം കൊടുത്തിരിക്കുന്നത് ഡ്രിപ്പായിട്ടാണ്. അതും ചീരയ്ക്കുള്ളിലേക്കാണ് പോകുന്നത്. ചീര വലിച്ചെടുത്ത ശേഷം ബാക്കി വരുന്ന വെള്ളം കറക്റ്റ് എമൗണ്ടിൽ വെണ്ടയിലേക്ക് കിട്ടിക്കോളും. അതുകൊണ്ട് ഇവിടെ വെള്ളത്തിൻ്റെ ഒരു നഷ്ടവും വരുന്നില്ല. ഒരു ഗ്രോ ബാഗിൽ തന്നെ ഈ 2 പച്ചക്കറികളും ഉള്ളതുകൊണ്ട് നമുക്കിതിൻ്റെ പരിപാലനവും വളരെ എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ദിവസവും വന്ന് 2 പച്ചക്കറികളെ നോക്കി പോകാൻ പറ്റും. അത്രയും സമയവും നമുക്ക് ലാഭമാണ്. അതുപോലെ തന്നെ വെണ്ട വളർന്നു വരാൻ സമയമെടുക്കും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചീര 2-3 പ്രാവശ്യം വിളവെടുക്കാൻ പറ്റും. അതുമാത്രമല്ല, നമ്മൾ വെറുതെ കളയുന്ന ഈ പ്ലാസ്റ്റിക് ബോട്ടിലിനെയൊക്കെ ഒന്ന് റീയൂസ് ചെയ്യാനും പറ്റുന്നുണ്ട്. ചീര ഇപ്പോൾ വിളവെടുക്കാറായിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 2 പ്രാവശ്യം ചീര കട്ട് ചെയ്തെടുത്തു. അപ്പോഴേക്കും നമ്മുടെ വെണ്ട വളർന്നു വന്നു. അതിൽ കായ്കൾ വരാറായി. ഈ ഒരു സമയത്ത് നമുക്ക് ഈ ബോട്ടിൽ ഇതിനുള്ളിൽ നിന്നൊന്ന് മാറ്റി മറ്റൊരു ഗ്രോ ബാഗിലേക്ക് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. കാരണം ഇനി നമ്മുടെ വെണ്ടയ്ക്ക് ഒരല്പം സംരക്ഷണം വേണ്ട സമയമാണ്. വെണ്ടയുടെ ചുവട്ടിലേക്ക് മണ്ണുകളൊക്കെ ഒന്ന് അടുപ്പിച്ചിട്ട് അല്പം വളം കൂടിയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും വെണ്ട പെട്ടെന്ന് തന്നെ കായ്ച്ചു വരും. നമ്മൾ ചീര ഇപ്പോൾ ബോട്ടിലിനകത്തല്ലാതെ ഈ ഗ്രോ ബാഗിൽ നട്ടിരിക്കുകയായിരുന്നെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഇത് പറിച്ചു മാറ്റാനും ബുദ്ധിമുട്ടാകും. നമ്മൾ മാറ്റി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വെണ്ടയ്ക്ക് ആവശ്യത്തിനുള്ള വളം കിട്ടാതെയും വരും. ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ വെണ്ടയും കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. വെണ്ട കൃഷിയെക്കുറിച്ചും ചീര കൃഷിയെക്കുറിച്ചുമുള്ള വിശദമായ വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. ഒരു ഗ്രോ ബാഗിൽ തന്നെ ഇങ്ങനെ 2 കൃഷി ചെയ്യുന്ന ഈ ഒരു രീതി എനിക്ക് പ്രയോജനപ്പെട്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.